ഹായ് ഹലോ, ഈ സ്ഥലം നിങ്ങൾക്ക് പരിചയമുണ്ടോ? അത്ര ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലമാണ് കേട്ടോ ഇത്. കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും. നമ്മുടെ തൃശ്ശൂർ പൂരം നടക്കുന്ന തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രമാണ്. അനിയൻ്റെ കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി തൃശ്ശൂർ വന്നതാണേ. എന്നാൽ പിന്നെ വടക്കുന്നാഥനെ തൊഴുതിട്ടാകാം അടുത്ത പരിപാടിയെന്ന് വിചാരിച്ചു. ഞങ്ങളെല്ലാവരും ഉണ്ട് കേട്ടോ. ഞാനും ബാനൂട്ടിയും അമ്മയും പിന്നെ നമ്മുടെ സ്വന്തം കല്യാണ പെണ്ണും ഉണ്ട്. ആണുങ്ങളെല്ലാവരും വണ്ടിയിലാണ് കേട്ടോ. അവരാരും ഇറങ്ങിയില്ല അമ്പലത്തിലേക്ക്. കല്യാണ ഡ്രസ്സ് എടുക്കാൻ എന്തിനാ തൃശ്ശൂർ വരെയും പോയെന്ന് ചിന്തിക്കുന്നുണ്ടാവും. അതൊരാഗ്രഹമായിരുന്നു കേട്ടോ, കുത്താമ്പള്ളി പോയി കല്യാണ ഡ്രസ്സ് എടുക്കണമെന്ന്. നേരെ പോയത് AR ഹാൻഡ്ലൂംസിലേക്കാണ് കേട്ടോ. ഇവരുടെ റീൽസും വീഡിയോസും ഒക്കെ കണ്ട് ഞാനൊരു ബിഗ് ഫാൻ കൂടിയായിരുന്നു. അതുകൊണ്ടാണ് നേരെ ഇങ്ങോട്ട് തന്നെ പോകുന്നത്. ഞങ്ങൾ ചെന്നപ്പോഴാണെങ്കിലോ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ഒരു പൂരപ്പറമ്പിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടായിരുന്നെന്ന് വേണേൽ പറയാം. അത്രയ്ക്കും ജനം. ഞങ്ങൾ പോയത് ശനിയാഴ്ചയാണ്. ശനി ഞായറുമൊക്കെ ഇവിടെ തിരക്ക് കൂടുതലായിരിക്കും. കുത്താമ്പള്ളിയുടെ പ്രത്യേകത പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു തരേണ്ടതില്ലല്ലോ. എല്ലാം കൈത്തറി സാധനങ്ങളായിരിക്കും കേട്ടോ. അവിടെ തന്നെ അവർ നെയ്തെടുക്കുന്നതാണ്. ഇതൊരു സെറ്റ് സാരി നെയ്യുന്നതാണ് കേട്ടോ. അതിങ്ങനെ ഞങ്ങൾ ഓരോന്നേയൊക്കെ ആയിട്ട് നോക്കി നിന്ന് കണ്ടിട്ടോ അതെങ്ങനെയാണെന്നൊക്കെ. കുറച്ച് സമയം ഇരുന്ന് കഴിഞ്ഞാണ് കേട്ടോ ഞങ്ങൾക്കൊരു സ്റ്റാഫിനെ കിട്ടിയത്. ആ ഒരു സ്റ്റാഫാണ് ഞങ്ങൾക്ക് വേണ്ട എല്ലാ ഡ്രസ്സും സെലക്ട് ചെയ്തൊക്കെ തരുന്നത് കേട്ടോ. ഓരോന്ന് നമുക്ക് വേണ്ടതൊക്കെ പറഞ്ഞാൽ അവരിങ്ങനെ എടുത്തെടുത്ത് തരും. നമ്മൾ പോകും വരെ അവർ നമ്മുടെ കൂടെ ഉണ്ടാവും. ഞങ്ങൾ ആദ്യം തന്നെ കല്യാണ സാരിയാണേ നോക്കിയത്. ഒരുപാട് സാരി ഉണ്ടായിരുന്നു. ഏതെടുക്കണം എന്നൊരു സംശയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത്രമാത്രം കളക്ഷൻ. വന്നത് തെറ്റായി പോയില്ല എന്ന് തോന്നിയ നിമിഷങ്ങളായിരുന്നു കേട്ടോ അതൊക്കെ. അത്രമാത്രം കളക്ഷൻസും അതുപോലെ വിലയൊന്നും ഒരുപാടുണ്ടായിരുന്നില്ലേ. പുറത്തുനിന്നൊക്കെ എടുക്കുന്നതിനേക്കാൾ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. ഇത്രയും കളക്ഷൻ കണ്ടതുകൊണ്ടാണോ എന്നറിയില്ല, ഞങ്ങൾക്ക് കുറേ അബദ്ധങ്ങളും പറ്റിയിട്ടോ. ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് തന്നെ എടുത്തിട്ട കുറേ സാരികളിൽ ഇഷ്ടപ്പെട്ട 1-2 സെലക്ട് ചെയ്തു. ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 സാരി മാത്രമേ പെണ്ണിന് ഉടുപ്പിച്ച് കാണിക്കുകയുള്ളൂ, വേറൊന്നും ഉടുപ്പിക്കില്ല. അവർക്കൊരു റൂളുണ്ടല്ലോ. അപ്പോൾ ശരി, അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 2 സാരി എടുക്കുക, അത് ഉടുപ്പിച്ച് കാണിക്കാമെന്ന്. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 2 സാരി എടുത്തു. അതിലൊന്ന് ഇതാണ് കേട്ടോ. പിന്നൊരെണ്ണം ഒരു നീല കളറും ആയിരുന്നേ. ആദ്യം ഇതുടുപ്പിച്ചു. ഇതിൻ്റെ കളർ ഏതാന്ന് ചോദിച്ചാൽ ഒരു റാണി പിങ്ക് എന്നൊക്കെ പറയാം കേട്ടോ. അതുപോലത്തെ ഒരു കളറ്, ഒരു ലൈറ്റും അല്ല ഡാർക്കും അല്ലാത്തൊരു കളറ് ആയിരുന്നു. സാരി എന്തായാലും നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഉടുത്തിട്ടും നല്ലതായിരുന്നു, നല്ല കളറ് തന്നിട്ടുണ്ടായിരുന്നു. ആദ്യം ഈ സാരിയാണ് ഉടുത്തത്. പിന്നെ ഉടുത്തത് ഒരു നീല കളറായിരുന്നു, നല്ല നീല കളറ്. ആ സാരിയും ഉടുത്തു നോക്കി. രണ്ടിലും കണ്ടിട്ട് കുറച്ചുകൂടി ഭംഗി തോന്നിയതും മുഖത്തിന് കളർ തോന്നുന്നതും ഈ സാരി ആയിരുന്നേ. മറ്റേ സാരി ഉടുപ്പിക്കുന്ന വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയി കേട്ടോ. പിന്നെ കുഴപ്പമില്ല, ഞങ്ങൾ സെലക്ട് ചെയ്തത് ഇത് രണ്ടും അല്ല, അതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. അവസാനം സെലക്ട് ചെയ്ത സാരിയാണ് ഇത്. ഞാൻ ആദ്യം പറഞ്ഞ അബദ്ധമില്ലേ, അതും ഇത് തന്നെയായിരുന്നു. എന്താന്ന് വെച്ചാൽ ഇത് സെലക്ട് ചെയ്തെങ്കിലും ഉടുപ്പിച്ച് നോക്കാൻ പറ്റിയില്ല. അവർ പറഞ്ഞിരുന്നല്ലോ 2 ഉടുപ്പിക്കുള്ളൂ എന്ന്. അതുകൊണ്ട് പിന്നെ അവർ ഉടുപ്പിച്ചുമില്ല. എന്തായാലും അങ്ങനെ സാരി സെലക്ട് ചെയ്തു. 1-ാം സാരിയും 2-ാം സാരിയും ഒക്കെ സെലക്ട് ചെയ്തു. അടിപൊളി കളക്ഷൻസും ആയിരുന്നു. എല്ലാവർക്കും സാരി എടുത്തു, ചുരിദാർ എടുത്തു. എനിക്ക് ഒരു ഹാഫ് സാരി എടുത്തു, കുട്ടികൾക്ക് ഉടുപ്പെടുത്തു, ഷർട്ടുകളും മുണ്ടുകളും ഒക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ചു പോന്ന് കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. ശരിക്കും കാണിക്കാൻ ഇപ്പോഴാണേ പറ്റിയത്. കല്യാണ സാരി ഞാൻ കാണിച്ചല്ലോ. ഇതാണ് കേട്ടോ 2-ാം സാരി. കല്യാണ സാരിയാണോ 2-ാം സാരിയാണോ കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചാൽ എനിക്ക് ഒരു പൊടിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ 2-ാം സാരിയാണ് കേട്ടോ. അത്രയും ഭംഗിയായിരുന്നു. നല്ല സൂപ്പർ കളറും ഒരു മാമ്പഴ മഞ്ഞയും ജയറാം പച്ച കളറും എന്നാണ് കേട്ടോ ഈ കളറിന് പറയുന്നതെന്നാണ് എല്ലാവരും പറഞ്ഞത്. എനിക്ക് കറക്റ്റ് അറിയില്ല, തെറ്റിയെങ്കിൽ പറഞ്ഞു തരണേ. കുത്താമ്പള്ളി ചെന്നിട്ടുള്ള വീഡിയോസ് ഒന്നും കറക്റ്റായിട്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ മൊബൈലിൻ്റെ ചാർജ് തീർന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫോൺ ഓഫായി പോയി എന്ന് തന്നെ പറയാം. പിന്നെ മൊത്തം ധൃതിയായിരുന്നല്ലോ. അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കാനോ ഒന്നിനും സമയമില്ല. ഞങ്ങൾക്ക് ഓട്ടം തന്നെ ഒരു 2-3 മണിക്കൂർ ഉണ്ടായിരുന്നേ. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടണമല്ലോ, രാത്രി വീട്ടിൽ തിരിച്ചെത്തണ്ടേ. അതുകൊണ്ട് വീഡിയോസ് ഒന്നും കൃത്യമായിട്ട് എടുക്കാൻ പറ്റിയില്ല. എന്തായാലും അതുകൊണ്ടാണ് വീട്ടിൽ വന്ന് ഇതെല്ലാം നോക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ എടുത്ത് എല്ലാം കാണിച്ചു തരുന്നത്. ഇതാണ് പെണ്ണിൻ്റെ റിസപ്ഷനുള്ള ഡ്രസ്സ് കേട്ടോ. ലാച്ചയാണ്, ലാച്ചയ്ക്കുള്ള തുണിയാണ് എടുത്തത്. അത് തയ്ച്ചെടുക്കണം. വീഡിയോയിൽ ഇത് അത്രയും പെർഫെക്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. എന്തായാലും നല്ലൊരു കളറാണ്. പിന്നെ ഇതാണ് കേട്ടോ എൻ്റെ ധാവണി. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടേ. നല്ല സൂപ്പർ ധാവണിയാണ്. ഒട്ടും പ്രതീക്ഷിച്ചില്ല, പെട്ടെന്ന് കിട്ടിയതാണ് കേട്ടോ. അധികം നോക്കാനും തിരിയാനും ഒന്നും നിന്നില്ല. കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു, അതങ്ങ് എടുത്ത് കേട്ടോ. വീട്ടിൽ വന്നപ്പോഴാണ് ഞാൻ ശരിക്കും നോക്കുന്നത്. അടിപൊളിയായിരുന്നു കേട്ടോ. എൻ്റെ വർക്കൊക്കെ നല്ല സൂപ്പർ വർക്കായിരുന്നേ. ഇതിൻ്റെ കോമഡി എന്താണെന്നറിയോ, ഈ ധാവണി ഞാൻ എടുക്കുന്നത് വേറെ ആരും കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ധാവണി ഞാൻ എടുത്തു എന്ന് വീട്ടിൽ വന്നപ്പോൾ മാത്രമാണ് ഇവരെല്ലാവരും അറിഞ്ഞത്.
പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. എങ്ങാൻ കൊള്ളില്ലായിരുന്നെങ്കിൽ എന്നെ എല്ലാവരും കൂടി ശരിയാക്കിയാനേ. ഇത് അമ്മക്കെടുത്തൊരു സെറ്റ് സാരിയാണ് കേട്ടോ. നല്ല സൂപ്പർ സെറ്റ് സാരി കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഒരുപാട് വിലയൊന്നുമില്ല ഇതിന്, എങ്കിലും എന്ത് ഭംഗിയാന്ന് നോക്കിക്കേ. നമ്മുടെ ഇവിടെയൊക്കെ എത്ര രൂപ കൊടുക്കണം എന്നറിയോ? അടിപൊളി സെറ്റ് സാരി ആയിരുന്നു, നല്ലൊരു കളറായിരുന്നു കേട്ടോ. ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, എവിടെയെങ്കിലും അമ്പലത്തിൽ പോകുമ്പോഴൊക്കെ എനിക്ക് ഒന്ന് ഉടുക്കാൻ തന്നോന്നേ. പക്ഷേ വെറുതെയാണ്, ഞാൻ ഇതൊന്നും ഉടുക്കുമൊന്നുമില്ല, ചുമ്മാ ചോദിക്കുന്നു എന്ന് മാത്രം. എനിക്ക് സാരി ഉടുക്കുക എന്ന് പറയുന്നത് എന്തോ വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്ത് കഷ്ടമാണെന്ന് നോക്കണേ. ഞാൻ എടുത്ത സാരി ഓപ്പൺ ചെയ്യുന്നതിൻ്റെ വീഡിയോ ഇപ്പോഴും എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടോ. ഞാൻ ഇത്ര നേരം നോക്കിയിട്ടും അതുണ്ടായിരുന്നില്ല. സാരമില്ല, അതൊരു സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ, ഉടുക്കുമ്പോൾ കാണിച്ചു തരാവേ. ഇത് ചെറുക്കൻ്റെ കല്യാണ ഷർട്ടാണ് കേട്ടോ. കല്യാണ ഷർട്ടിന് ഒരുപാട് ഓപ്ഷൻസ് ഒന്നും ഇല്ലല്ലോ, പിന്നെ ചെറിയ വർക്കൊക്കെയുള്ള ഷർട്ടൊക്കെ ഉണ്ട്. പുള്ളിക്ക് പിന്നെ അതൊന്നും വേണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ട് അതെടുത്തു. ഇത് ചുരിദാറിൻ്റെ ടോപ്പുകളാണ് കേട്ടോ. ടോപ്പുകൾക്കൊക്കെ ഒരുപാട് വിലക്കുറവുണ്ടായിരുന്നേ, പക്ഷെ ഒത്തിരി കളക്ഷൻ എന്ന് പറയാനുണ്ടായിരുന്നില്ല. കൂടുതലും സാരികളായിരുന്നു കളക്ഷൻ. ഒരുപാട് മുണ്ടുകളും ഉണ്ടായിരുന്നു കേട്ടോ. കൈത്തറി മുണ്ടുകളില്ലേ, അതെല്ലാം ഒത്തിരി ഉണ്ടായിരുന്നു. സാരികളും മുണ്ടുകളുടെയും കലവറയെന്ന് തന്നെ പറയാം. ഇതും ഞാൻ എടുത്തൊരു സാരിയാണ് കേട്ടോ. ഉടുക്കാൻ വേണ്ടിയാണോ എന്നെനിക്കറിയില്ല, എന്തായാലും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം പെരുമ്പളത്ത് തന്നെ വെച്ചേക്കാണ് കേട്ടോ. ഒന്നും ഞാൻ കൊണ്ടുവന്നിട്ടില്ല. ഇനി തയ്ക്കാനൊക്കെ കൊടുക്കണമല്ലോ, എല്ലാം ഒരിടത്ത് തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇനി ആണുങ്ങളുടെ ഷർട്ടുകൾ കൂടി കാണിച്ചു തന്നേക്കാം. കുറച്ച് ഷർട്ടുകൾ കൂടി എടുത്തിട്ടുണ്ട്. ഷർട്ടുകളും ഒത്തിരി കളക്ഷൻ എന്നൊന്നും പറയാനില്ല, എന്നാലും ഉള്ളത് എല്ലാം നല്ലതായിരുന്നു. അതുപോലെ വിലയിലും നല്ല വ്യത്യാസം ഉണ്ടായിരുന്നേ. അങ്ങനെ ഒരുപാട് നാളായിട്ട് കുത്താമ്പള്ളി എന്നൊരു സ്വപ്നം സാക്ഷാത്കരിച്ചതിൻ്റെ ഒരു സന്തോഷം എനിക്കുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കി വീഡിയോ ഒക്കെ ആയിട്ട് പിന്നെ വരാവേ.